ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ ജീവിതത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്, ഷാങ്സിയുടെ മഹത്തായ ജ്ഞാനം. ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എന്താണെന്ന് അറിയാമോ? സംഭവിക്കുന്ന ഓരോ കാര്യവും നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. ഓരോ മനുഷ്യനെയും നിയന്ത്രിക്കണം. ഓരോ സാഹചര്യവും നമ്മുടെ കയ്യിലാകണം. ഭാവി എങ്ങനെയായിരിക്കുമെന്ന് ഇന്ന് തന്നെ ഉറപ്പാക്കണം. പക്ഷേ ജീവിതം ഒരിക്കലും അങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല. ഒരു ശക്തനായ മനുഷ്യനായാലും സമയത്തെ നിയന്ത്രിക്കാൻ അവനാകില്ല. എത്ര ബുദ്ധിമാനായാലും നാളെയെ പൂർണ്ണമായി പ്രവചിക്കാൻ കഴിയില്ല. ഇതാണ് പുരാതന ചൈനയിലെ മഹാജ്ഞാനിയായ ഷാങ്സി നമ്മെ പഠിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞു, വെള്ളം ഒഴുകുന്നത് പോലെ ജീവിക്കൂ. അത് തടസ്സങ്ങളോട് യുദ്ധം ചെയ്യില്ല, എന്നാൽ അവസാനം അത് തൻ്റെ വഴി കണ്ടെത്തും. ഈ ലോകത്ത് ഏറ്റവും ശക്തമായത് എല്ലായ്പ്പോഴും കഠിനമായതല്ല. ഏറ്റവും മൃദുവായ വെള്ളം പോലും പാറയെ തുളയ്ക്കും. കാരണം അതിന് ക്ഷമയുണ്ട്, സ്ഥിരതയുണ്ട്, ഒഴുകാനുള്ള ധൈര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് സത്യം. പലരും ജീവിതത്തോട് യുദ്ധം ചെയ്യുകയാണ്. ഒരു പരാജയം വന്നാൽ തകർന്നു പോകുന്നു. ആരെങ്കിലും വിമർശിച്ചാൽ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു. ഒരു അവസരം നഷ്ടമായാൽ ജീവിതം അവസാനിച്ചുവെന്ന് കരുതുന്നു. പക്ഷേ ജീവിതം ഒരു മത്സരമല്ല, അതൊരു യാത്രയാണ്. ഓരോ വളവും നമ്മെ എന്തെങ്കിലും പഠിപ്പിക്കാനാണ് വരുന്നത്. ഷാങ്സിയുടെ ഏറ്റവും പ്രശസ്തമായ കഥകളിലൊന്ന് ഒരു സ്വപ്നത്തെക്കുറിച്ചാണ്. ഒരു രാത്രിയിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. താനൊരു മനോഹരമായ ചിത്രശലഭമായി പറക്കുകയാണെന്ന്. സ്വപ്നത്തിൽ അദ്ദേഹം അതിയായ സന്തോഷത്തിലായിരുന്നു. പിന്നീട് അദ്ദേഹം ഉണർന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ചോദ്യം ഉദിച്ചു. ഞാനാണോ ഷാങ്സി ചിത്രശലഭമായി സ്വപ്നം കണ്ടത്, അതോ ഇപ്പോൾ ചിത്രശലഭമാണോ ഷാങ്സിയായി സ്വപ്നം കാണുന്നത്? ഈ കഥ വെറും സ്വപ്നത്തെക്കുറിച്ചല്ല. നാം യാഥാർത്ഥ്യമെന്ന് കരുതുന്ന പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൻ്റെ സൃഷ്ടികളാകാമെന്നാണ് അതിൻ്റെ സന്ദേശം. നമ്മുടെ ഭയങ്ങൾ, നമ്മുടെ ആശങ്കകൾ, മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന പേടി, ഇവയിൽ പലതും യാഥാർത്ഥ്യമല്ല. അവ നമ്മുടെ മനസ്സിൻ്റെ തടവറകളാണ്. നമ്മൾ തന്നെ പണിത മതിലുകൾ. നമ്മൾ തന്നെയാണ് അതിൻ്റെ തടവുകാർ. പലപ്പോഴും സന്തോഷം നഷ്ടമാകുന്നത് ജീവിതം മോശമായതുകൊണ്ടല്ല, നമ്മൾ ജീവിതത്തെ അനാവശ്യമായി താരതമ്യം ചെയ്യുന്നത് കൊണ്ടാണ്. അവൻ എവിടെ എത്തി, അവൾ എന്ത് നേടി, എനിക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല, ഈ ചിന്തകളാണ് നമ്മുടെ സമാധാനം കവർന്നെടുക്കുന്നത്. ഷാങ്സി പറയുന്നു, ഒരു പക്ഷി ആകാശത്ത് പറക്കുമ്പോൾ മറ്റൊരു പക്ഷിയുമായി മത്സരിക്കുന്നില്ല. അതിന് സ്വന്തം ദിശയുണ്ട്, സ്വന്തം വേഗമുണ്ട്, സ്വന്തം ലക്ഷ്യമുണ്ട്. അതുപോലെ ഓരോ മനുഷ്യനും വ്യത്യസ്തരാണ്. നിങ്ങളുടെ സമയം മറ്റ് ആരുടേതിനേക്കാളും വൈകിയതല്ല. നിങ്ങളുടെ യാത്ര മറ്റാരുടേതിനേക്കാളും മോശമായതുമല്ല. നിങ്ങൾ നടക്കേണ്ട വഴികൾ മറ്റൊരാളുടെ ഭൂപടം ഉപയോഗിക്കരുത്. ജീവിതം സ്വീകരിക്കാൻ പഠിക്കൂ.
എല്ലാം നിങ്ങളുടെ നിയന്ത്രണത്തിലാകില്ല. എന്നാൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൈകളിലായിരിക്കണം. സാഹചര്യങ്ങൾ മാറാം, മനുഷ്യൻ മാറും, ബന്ധങ്ങൾ മാറും, ശരീരം മാറും. പക്ഷേ മാറാത്ത ഒന്നുണ്ട്, മാറ്റം തന്നെ. അത് സ്വീകരിക്കുന്നവരാണ് സമാധാനം കണ്ടെത്തുന്നത്. അതുകൊണ്ട് ഓർക്കുക, കാറ്റിനോട് പൊരുതുന്ന വൃക്ഷം ചിലപ്പോൾ ഒടിഞ്ഞു പോകും. പക്ഷേ കാറ്റിനൊപ്പം വഴങ്ങുന്ന മുള ഒടിയാതെ നിലനിൽക്കും. ജീവിതത്തിൽ വഴങ്ങുക എന്നത് തോൽവിയല്ല, അത് ബുദ്ധിയാണ്, അത് പക്വതയാണ്, അത് ശക്തിയാണ്. ഇന്നു മുതൽ എല്ലാം നിയന്ത്രിക്കാൻ ശ്രമിക്കേണ്ട. നിങ്ങൾക്ക് ചെയ്യാനാകുന്നതെല്ലാം ആത്മാർത്ഥമായി ചെയ്യൂ. ബാക്കിയുള്ളത് ജീവിതത്തെ ഏൽപ്പിക്കും. കാരണം ജീവിതം പലപ്പോഴും നമ്മുടെ പദ്ധതികളേക്കാൾ മികച്ച പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടാകും. അവസാനമായി ഷാങ്സിയുടെ ജ്ഞാനം ഒരു വാചകത്തിൽ നമുക്ക് ഓർക്കാം: ഒഴുകുന്ന നദി പോലെ ജീവിക്കൂ. തടസ്സങ്ങളെ വെറുക്കാതെ അവയെ മറികടന്ന് മുന്നോട്ട് പോകും. നിങ്ങളുടെ സമാധാനം നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്താണ്. നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങളുടെ ഏറ്റവും വലിയ വിജയമാണ്. നിങ്ങളായിരിക്കാൻ പഠിക്കുന്ന ദിവസം, അന്നാണ് നിങ്ങളുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. ഈ വീഡിയോ നിങ്ങളെ ചിന്തിപ്പിച്ചെങ്കിൽ അത് മറ്റൊരാളിലേക്കും എത്തിക്കൂ. കാരണം ഒരു നല്ല ചിന്ത ഒരാളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിയും. അതുകൊണ്ട് ഓർക്കുക, ജീവിതം ഒരു പോരാട്ടമല്ല, അത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയാണ്. അതിനൊപ്പം ഒഴുകാൻ പഠിച്ചവരാണ് യഥാർത്ഥ വിജയികൾ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ ശ്രദ്ധിച്ച് കേട്ട നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി. തുടർന്നുള്ള ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വഴികാട്ടിയാകുന്ന വീഡിയോകളുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഹാവ് എ നൈസ് ആൻഡ് വണ്ടർഫുൾ ഡേ.